ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ന ചാപ്റ്ററിൽ സാക്രിഫൈസിങ് ആൻഡ് ഗെയിനിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ച് അതിൻ്റെ ബേസിസിൽ ഗുഡ്വിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും റിസർവ്സും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സും എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുമാണ്. ആദ്യമായി ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. എ, ജി ആൻഡ് കെ were partners in a firm sharing profits in the ratio of 5:3:2. 3 പാർട്ട്നേഴ്സ് ആണുള്ളത്. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3:2. From 1st April 2014, they decided to share the profits equally. ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഈക്വൽ പാർട്ട്നേഴ്സ് ആയി, അതായത് 1:1:1 ആയി പുതിയ റേഷ്യോ. For this purpose, the goodwill of the firm was valued at rupees 2,40,000. ഫേമിൻ്റെ ഗുഡ്വിൽ 2,40,000 റുപ്പീസ് ആണെന്ന് തന്നിട്ടുണ്ട്. Pass necessary journal entry for the treatment of goodwill on change in the profit sharing ratio of A, G and K. ഇവിടെ ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സാക്രിഫൈസ് ആണോ ഗെയിൻ ആണോ ഓരോ പാർട്ട്നേഴ്സിൽ നിന്നും കണ്ടുപിടിക്കണം. അതിൻ്റെ ബേസിസിൽ ആണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. So first of all, we'll write the formula for finding out sacrificing ratio. Sacrificing ratio is equal to old ratio minus new ratio. ഫസ്റ്റ് പാർട്ട്ണർ എ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് സാക്രിഫൈസ് ആണോ ഗെയിൻ ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എയുടെ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ഓൾഡ് റേഷ്യോ 5/10 ആണ്, ന്യൂ റേഷ്യോ 1/3 ആണ്. 5/10 മൈനസ് 1/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പം 5/30 ആണ്. അത് സാക്രിഫൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ട്ണർ ഓൾഡ് റേഷ്യോ 3/10 ആണ്, ന്യൂ റേഷ്യോ 1/3 ആണ്. അത് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പം -1/3 എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ട്ണർക്ക് ഗെയിൻ ആണ്. മൈനസ് ഫിഗർ വന്നാൽ ആ പാർട്ട്ണർക്ക് ഗെയിൻ ആണ്. ദെൻ തേർഡ് പാർട്ട്ണർക്ക് ഓൾഡ് റേഷ്യോ 2/10 ആണ്, ന്യൂ റേഷ്യോ 1/3 ആണ്. അതും മൈനസ് ഫിഗറാണ് കിട്ടുന്നത്, -4/30. സോ ആദ്യത്തെ പാർട്ട്ണർക്ക് മാത്രം സാക്രിഫൈസും സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ട്നേഴ്സിന് ഗെയിനും ആണ്. ഇനി നമ്മൾ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. ഗുഡ്വിൽ ടോട്ടൽ ഗുഡ്വിൽ ഫേംസ് ഗുഡ്വില്ലാണ് തന്നിരിക്കുന്നത്. ഫേമിൻ്റെ ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൂടി മൊത്തമാണ്. അപ്പോൾ 2,40,000 ആണ് ഫേമിൻ്റെ ഗുഡ്വിൽ. ആ 2,40,000ൻ്റെ മുകളിൽ നമ്മൾ ഈ സാക്രിഫൈസിങ് റേഷ്യോ അപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റ് പാർട്ട്ണറെ സാക്രിഫൈസ് 5/30 ആണ്. അത്രയും എമൗണ്ട് ആണ് സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർക്ക് ഗെയിൻ ചെയ്യുന്ന പാർട്ട്ണർ കോമ്പൻസേഷൻ എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്. 2,40,000 ഇൻറ്റു 5/30 നമ്മൾ ഫൈൻഡ് ചെയ്ത 40,000 റുപ്പീസ് ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ എമൗണ്ട് ആസ് ഇൻ ദ ഫോം ഓഫ് കോമ്പൻസേഷൻ സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർക്ക് ഗെയിൻ ചെയ്ത പാർട്ട്ണർ കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 2,40,000 ഇൻറ്റു 5/30 ചെയ്യുമ്പോൾ നമുക്ക് 40,000 റുപ്പീസിന് കിട്ടി. ഈ 40,000 റുപ്പീസ് ഏത് റേഷ്യോയിലാണ് കൊടുക്കുക? ഈ 40,000 റുപ്പീസ് ഗെയിൻ ചെയ്യുന്ന പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോ ആയ 1:4, അതായത് 1/30യും 4/30യും ആണ് അവരുടെ ഗെയിനിങ് റേഷ്യോ. അത് 1:4 ആണ്. 1/30 ആൻഡ് 4/30 എന്നുള്ളത് ഗെയിനിങ് റേഷ്യോയിൽ എഴുതുമ്പോൾ 1:4 എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ 40,000 റുപ്പീസ് 1:4 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്താൽ ഫസ്റ്റ് പാർട്ട്, അതായത് ജി എന്ന് പറയുന്ന പാർട്ട്ണർ 8,000 റുപ്പീസും കെ എന്ന് പറയുന്ന പാർട്ട്ണർ 32,000 റുപ്പീസുമാണ് കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. ജേണൽ ഫോർമാറ്റ് വരയ്ക്കുക. അതിനുശേഷം ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ജേണൽ എൻട്രി എഴുതണം. ഇവിടെ ഗെയിനിങ് പാർട്ട്നേഴ്സ് ജിയും കെയും ആണ്. സോ ജേണൽ എൻട്രി വിൽ ബി ജിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 8,000, കെസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 32,000 ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 40,000. നരേഷൻ എഴുതണം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ അറ്റ് ദ ടൈം ഓഫ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ റെക്കോർഡഡ് ദ റേഷ്യോ ഓഫ് 1:4. Next question. P, Q and R are partners sharing profits equally. They decided that in future R will get 1/5 share in profits and remaining profits will be shared by P and Q equally. On the day of change, firm's goodwill is valued at rupees 30,000. Give journal entries arising on account of change in profit sharing ratio. ഇവിടെ 3 പാർട്ട്നേഴ്സ് ആണുള്ളത്, പി, ക്യു ആൻഡ് ആർ.
അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1:1 ആണ്, ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട്. അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്നുണ്ട്. ആർ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് 1/5 ഷെയർ പ്രോഫിറ്റാക്കി മാറ്റുകയാണ്. ഫേമിൻ്റെ ഗുഡ് വിൽ എമൗണ്ട് 30,000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആർ എന്ന് പറയുന്ന പാർട്ട്ണറെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്നതിൻ്റെ ഫലമായിട്ട് P&Q എന്ന് പറയുന്ന പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ 1/5 ഷെയറാണ് ആർ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റിമൈനിങ് ഷെയർ ആയിട്ട് നമുക്ക് 4/5 ഷെയറാണ് ഉണ്ടാവുക. അതായത് 1 - 1/5. 1/5 ഷെയർ, മൊത്തം ഷെയറിൽ നിന്ന് 1/5 ഷെയർ മൂന്നാമത്തെ പാർട്ട്ണർക്ക് കൊടുത്താൽ റിമൈനിങ് ഷെയർ 4/5 ആയിരിക്കും, 4/5 ആയിരിക്കും. ആ 4/5 ഈക്വൽ ആക്കി ഷെയർ ചെയ്യുമ്പം 2/5 ഷെയറാണ് ഓരോ പാർട്ട്നേഴ്സിനും കിട്ടുക. ഈക്വൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ 2/5 ഫോർ ഫസ്റ്റ് പാർട്ട്ണർ, പിക്ക് 2/5 ഷെയറും അതേപോലെ ക്യൂവിന് 2/5 ഷെയറും കിട്ടും. അപ്പോൾ ഓൾഡ് റേഷ്യോ 1:1:1 ന്യൂ റേഷ്യോ 2:2:1 ആണെന്നും നമുക്ക് കിട്ടും. അതിനുശേഷം സാക്രിഫൈസ് ആണോ ഗെയിൻ ആണോ എന്ന് കണ്ടുപിടിക്കും. പിയുടെ റേഷ്യോ കണ്ടുപിടിക്കുന്ന സമയത്ത് പിയുടെ ഓൾഡ് റേഷ്യോ 1/3 ആണ്, ന്യൂ റേഷ്യോ 2/5 ആണ്. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് -1/50 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് പി ഈസ് ഗോയിങ് ടു ഗെയിൻ. അതേപോലെ ക്യൂ എന്ന് പറയുന്ന പാർട്ട്ണർക്കും 1/3 - 2/5 കണ്ടുപിടിക്കുമ്പോൾ -1/50 ഗെയിൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. തേർഡ് പാർട്ട്ണർ, അതായത് ആറിൻ്റെ ഷെയർ കണ്ടുപിടിക്കുമ്പോൾ 1/3 - 1/5 2/50 ആ പാർട്ട്ണർക്ക് സാക്രിഫൈസ് ആണെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കും. അതായത് 30,000 ആണ് ഫേമിൻ്റെ ഗുഡ് വിൽ. ആ 30,000 ഇൻറ്റു സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ 2/15 ആണ്. 30,000 ഇൻറ്റു 2/15 കണ്ടുപിടിച്ചാൽ 4,000 റുപ്പീസാണ് ആർ എന്ന് പറയുന്ന സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർക്ക് കോമ്പൻസേഷൻ എമൗണ്ടായി P&Q കൊടുക്കേണ്ടത്. 30,000 ഇൻറ്റു 2/15 ഫൈൻഡ് ചെയ്താൽ നമുക്ക് 4,000 റുപ്പീസ് കിട്ടും. സിൻസ് P&Q ആർ ഈക്വൽ പാർട്ട്നേഴ്സ്, ഈ 4,000 റുപ്പീസ് ഈക്വൽ ആയിട്ടാണ് അവർ ആർ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത്. ജേണൽ എൻട്രി എങ്ങനെ എഴുതാം? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗെയിനിങ് പാർട്ട്നേഴ്സ് P&Q ആണ്. P's ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000, Q's ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000 ടു R's ക്യാപിറ്റൽ അക്കൗണ്ട് 4,000. അതിനുശേഷം നരേഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Our next topic is distribution of reserves and accumulated profits or losses. നിലവിലുള്ള പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുമ്പോൾ അതുവരെയുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റും റിസർവ്സ് എമൗണ്ടുകളും ഓൾഡ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കലാണ് പതിവ്. കാരണം ഇതെല്ലാം പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ വെച്ച പ്രോഫിറ്റിൻ്റെ ഭാഗമാണ്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്. ഫസ്റ്റ് വൺ, ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് ആണുള്ളതെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ഈ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റുകളായി വരുന്ന ഐറ്റംസ് ആണ് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്. ഇതൊക്കെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നതോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫിഗറോ ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റ് എമൗണ്ടുകളോ ആയിരിക്കും. ഇത്തരം എമൗണ്ടുകൾ ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോൾ നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രി ഇങ്ങനെയാണ്. ഏതൊക്കെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഉണ്ടോ അതിനെല്ലാം ഡെബിറ്റ് ചെയ്യുക ടു ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. അതായത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഓൾഡ് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ഏതെല്ലാം അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഫിഗേഴ്സ് ആണുള്ളത്, എല്ലാ ഫേമിലും ഈ എല്ലാ ഐറ്റംസും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ജനറൽ റിസർവ് ഉണ്ടാവും, ചില സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വർക്ക്മാൻ കോമ്പൻസേഷൻ അക്കൗണ്ട് ഫണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതൊക്കെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഫിഗേഴ്സ് ആണോ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നത് അതാണ് നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്.
ആ ഐറ്റത്തിനെല്ലാം ഡെബിറ്റ് ചെയ്യുക, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ടു ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയും ആണ് നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി വരുന്നത്. സെക്കൻഡ് കേസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് ലോസസ്. ചില സമയത്ത് ഫേമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ, അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ വെച്ച ലോസ് എമൗണ്ട് ആണെങ്കിൽ അതിന് നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് ഇവിടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എഴുതുന്നതെല്ലാം ലോസ് എമൗണ്ടുകളാണ്. ലോസ് ആണ് വരുന്നതെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ലോസ് എമൗണ്ട് ക്രെഡിറ്റും ചെയ്യണം. ഇത് ഓൾഡ് റേഷ്യോയിലാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. X, Y and Z are partners sharing profits in the ratio of 5:3:2. On 1st April 2012, they decided to share the profits in the ratio of 2:2:1. On that date, following balances were appearing in the balance sheet. Profit and loss, credit balance 15,000, general reserve 50,000, deferred revenue expenditure 10,000. Pass necessary journal entries. ഇവിടെ 3 പാർട്ട്നേഴ്സാണുള്ളത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്ന ഡേറ്റിനുള്ള അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും ലോസും എമൗണ്ടുകളും തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 2 ഐറ്റം, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസും ജനറൽ റിസർവും അൺഡിസ്ട്രിബ്യൂട്ടഡ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റിൽ വരുന്ന ഐറ്റമാണ്. അതേസമയം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസിൽ വരുന്നതാണ്, അതൊരു ലോസാണ്, 10,000 റുപ്പീസ്. ഇനി നമുക്ക് ജേണൽ എൻട്രി എഴുതണം. ആദ്യമായി പ്രോഫിറ്റും ജനറൽ റിസർവും ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു സെറ്റ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ പഠിച്ചത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എമൗണ്ട് ആണുള്ളതെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അത് ഓൾഡ് റേഷ്യോയിലാണ്. ഇവിടെ ഓൾഡ് റേഷ്യോ തന്നിരിക്കുന്നത് 5:3:2 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന 15,000ഉം ജനറൽ റിസർവ് തന്നിരിക്കുന്ന 50,000ഉം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ടോട്ടൽ എമൗണ്ട് 5:3:2 കണ്ടുപിടിച്ച് കിട്ടുന്ന എമൗണ്ടുകളാണ് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. തന്നിരിക്കുന്ന ലോസ് ഫിഗറാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ 10,000 റുപ്പീസ്. ലോസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം, ആ ലോസ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സെറ്റ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ള ജേണൽ എൻട്രി എഴുതണം. ഇവിടെയും ഓൾഡ് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മൊത്തം 10,000 റുപ്പീസ് 5:3:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 5,000, 3,000, 2,000 ഓരോ പാർട്ട്നേഴ്സിനും. XYZ എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന് ഇങ്ങനെയായിരിക്കും ലോസ് എമൗണ്ട് എടുക്കേണ്ടത്. റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ടു ബി ഷോൺ അറ്റ് ദെയർ ഒറിജിനൽ വാല്യൂ. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്ന സമയത്ത് പാർട്ട്നേഴ്സിന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ വെക്കാനും തീരുമാനിക്കാം. പകരം ഒരു അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി എഴുതണം. ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന അതേ എൻട്രിയാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് ഗെയിനിങ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കും, ആ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഒരു ജേണൽ എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതിയിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. P, Q and R are partners in a firm sharing profits in the ratio of 2:2:1. Old ratio 2:2:1 ആണ്. On 1st April 2012, the partners decided to share future profits in the ratio of 2:1:1. New ratio 2:1:1 ആണ്. On that date, balance sheet of the firm shows general reserve of rupees 20,000. Without distributing the reserves to partners, it was decided to pass an adjusting entry to show the reconstitution of firm. ഇവിടെ 20,000 അൺഡിസ്ട്രിബ്യൂട്ടഡ് റിസർവ് ആയിട്ടുണ്ട്, ജനറൽ റിസർവ് എമൗണ്ട് ഉണ്ട്. പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്തു അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ട, പകരം
ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതിയതിന് ശേഷം അത് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബേസിസിൽ ജേർണൽ എൻട്രി എഴുതാൻ സാധിക്കുകയുള്ളൂ. പാർട്ട്നേഴ്സിൻ്റെ ഗെയിൻ ഓർ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്ന സമയത്ത് പി ആൻഡ് ആർ രണ്ട് പാർട്ട്നേഴ്സിന് ഗെയിൻ ആണെന്നും ക്യൂ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് സാക്രിഫൈസ് ആണെന്നും മനസ്സിലാവും. ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർക്ക് 3/20 ഷെയർ ആണുള്ളത്. 3/20 ആണ് സാക്രിഫൈസ് ആയിട്ടുള്ളത്. അപ്പോൾ മൊത്തം എമൗണ്ട് ആയിട്ടുള്ള 20,000 ജനറൽ റിസർവിൻ്റെ 3/20 കണ്ടുപിടിക്കുക. അത്രയും എമൗണ്ട് ആണ് സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ 20,000 ഇൻറ്റു 2/20 പി എന്ന് പറയുന്ന പാർട്ട്ണറെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തെടുക്കണം. 20,000 ഇൻറ്റു 1/20 ആർ എന്ന് പറയുന്ന പാർട്ട്ണറെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് എടുക്കണം. ഇതിനുശേഷം ജേർണൽ എൻട്രി എഴുതുക. ജേർണൽ എൻട്രി ഇങ്ങനെയാണ് വരിക: പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 2,000, ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 1,000, ടു ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,000. ബാക്കി ടോപ്പിക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.